ഞാൻ വെള്ളം കുടിക്കാൻ വന്ന പാടുകളത്. ഇത് കാട്ടുപോത്ത്, ഇവിടെ മ്ലാവ്, ദേ ഇവിടെ അടുത്ത് കണ്ടോ. കേരളത്തിലെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള താമസ സൗകര്യത്തിലാണ് നമ്മൾ. ലേക്ക് പാലസ് നോക്കി, അവിടെ ലേക്ക്, നമ്മുടെ തേക്കടി, ഇപ്പുറത്ത് പാലസ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു താമസ സ്ഥലത്തിൻ്റെ ലോണിൽ നിന്നാൽ ഒരു സാങ്ച്വറിയുടെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടിരിക്കുക. എന്തൊരു രസമാണെന്ന് ആലോചിക്കുക. അവിടെ ആണെങ്കിൽ നിറയെ കാട്ടുപോത്തുകളും മാനകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ലേക്ക് പാലസ് ഒന്ന് കണ്ടുവരാം. തേക്കടിയിലെ ബോട്ട് ലാൻഡിങ്ങിൽ നിന്ന് ആനപ്പിണ്ടം കണ്ട് ആ ഈശ്വരത്തോടെയാണ് യാത്ര തുടങ്ങിയത്. ഇതാണ് പെരിയാർ ടൈഗർ റിസർവ് തേക്കടി തടാകത്തിൻ്റെ ബോട്ട് ലാൻഡിങ്ങിൻ്റെ ദൂരക്കാഴ്ച. വിദേശികളും നോർത്ത് ഇന്ത്യക്കാരൊക്കെയാണ് യാത്രികരിൽ കൂടുതൽ കേട്ടോ. നമുക്ക് വന്യജീവികളെ കാണാൻ തേക്കടിയിൽ വരേണ്ട അവസ്ഥ ഇപ്പല്ലല്ലോ. മുറ്റത്തൊരു ചെയർ വലിച്ചിട്ടിരുന്നാൽ മതി, ആനയും കടുവയൊക്കെ കൺമുന്നിലെത്തുന്ന അവസ്ഥയാണുള്ളത്. ഈ ബോട്ടിൽ ഏതാണ്ട് ഒരു 25 മിനിറ്റ് വേണം നമ്മുടെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള എടപ്പാളയം എത്താൻ. മലയുടെ ഇപ്പുറത്തുള്ള ചെറിയ കുന്നില്ലേ, അതാണ് എടപ്പാളയം ഐലൻഡ്. ഈ എടപ്പാളയം ബോട്ട് ലാൻഡിങ്ങിലെ നമുക്ക് ജലസുന്ദരിയിൽ നിന്ന് ഇറങ്ങാം. ഇനി അങ്ങട്ടെ കാഴ്ചയുടെ ഒരു മായാജാലാണ് നമ്മുടെ മുന്നിൽ വരിക എന്നാണ് വനം വകുപ്പിലെ ക്രിസ്റ്റോ പറഞ്ഞത്. ശരിയാണ്, എന്തൊരു ഭംഗിയാണ് തേക്കടി തടാകത്തിന്. നോക്കി, വെറുതെ അല്ല എടപ്പാളയത്ത് താമസിക്കാൻ വിദേശികൾ ഇങ്ങനെ ഇഷ്ടംപോലെ വരുന്നത്. നമുക്ക് ഇനി ഇങ്ങനെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി നടക്കാം. പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലാണ് എടപ്പാളയം എന്ന ദ്വീപ്. ഇലക്ട്രിക് ഫെൻസ് കടന്ന് മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ കൊട്ടാരത്തിൻ്റെ മുറ്റത്തെത്തും, സാക്ഷാൽ ലേക്ക് പാലസിൻ്റെ മുറ്റത്ത്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ലേക്ക് പാലസ്. ഇവിടെ 6 പ്രീമിയം മുറികളുണ്ട്, അതും പുരാതന ശൈലിയിലുള്ളവ. 1927 ഈ സമ്മർ പാലസ് നിർമ്മിക്കാൻ ആരംഭിച്ചത്. ഞങ്ങൾ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഇന്ത്യയിലെ ബെസ്റ്റ് ഹോട്ടലുകളിലൊന്നായിട്ടുള്ള വൈൽഡ് ഫ്ലവർ ഹാളിൽ താമസിച്ചിട്ടുണ്ട് ഷിംലയിൽ. അതേപോലെ അതിനേക്കാളും രസമുള്ളൊരു സ്ഥലമാണ് ഇത്. വൈൽഡ് ഫ്ലവർ ഹാളിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അതൊരു പൈൻ ഫോറസ്റ്റിൻ്റെ മുകളിലാണ്. ഇത് ഒരു ടൈഗർ റിസർവിൻ്റെ ഉള്ളിലുള്ള സ്ഥലമാണ്. കലക്കൻ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ കാശുണ്ടെങ്കിൽ വന്ന് താമസിക്കേണ്ട ഒരു സ്ഥലമാണിത്. അവിടെ കണ്ടോ, ആ രാജമുദ്രയാണത് പഴയ കാലത്ത് തിരുവിതാംകൂറിൻ്റെ. നമുക്കിതിൻ്റെ ഉള്ളൊന്ന് കണ്ട ഹെറിറ്റേജ് തീം തന്നെയാണ് ഉൾവശത്തിന്. രാജഭരണകാലത്തെ ഫോട്ടോസും മറ്റും അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. ലേക്ക് പാലസിലെ, അതായത് കാട്ടിലെ കൊട്ടാരത്തിലെ ഒരു റൂം കാണാം. ഭയങ്കര രാജകീയമായിട്ടുള്ള റൂമാണ്. അതുകൊണ്ട് തന്നെയാണ് നല്ല റേറ്റും ഉണ്ട് ഇവിടെ കേട്ടോ. എല്ലാം പഴയ രീതിയിലുള്ള ബിൽഡിങ്ങുകളാണ്. തറ മരം, മച്ച് അത് മരം, മൊത്തത്തിൽ മരത്തിൻ്റെ കളിയാണ്. എനിക്ക് തോന്നുന്നതൊക്കെ അന്നത്തെ കാലത്തെ ഫർണിച്ചർ തന്നെ ആയിരിക്കും അല്ലേ. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുള്ള റൂമാണ്. ഏകദേശം എത്രയാണെന്ന് അറിയോ, 17,000 തൊട്ട് 21,000 വരെയാണ് റേറ്റ്. കൂടുതലും വിദേശികളാണ്. ഞങ്ങൾ ഇന്നലെ ഒരു ഇസ്രായേൽ ഫാമിലിയെ പരിചയപ്പെട്ടു. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്. വാഷ്റൂമൊക്കെ കുട്ടപ്പൻ വാഷ്റൂം. ഇത് കണ്ടോ, അന്നത്തെ കാലത്ത് വൈൻ ഗ്ലാസ്, വാട്ടർ ജഗ്സ് തിരുവിതാംകൂർ രാജകുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്നതാണ്. പഴയ ലേക്ക് പാലസ് ഇങ്ങനെയായിരുന്നു, മരങ്ങളൊന്നും ഇല്ലാതെ. ഈ പടം വളരെ റെയറാണ് കണ്ടോ. സേതു പാർവതിഭായ് മഹാറാണി, തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്ന സർ CP അങ്കൂർ റാവുത്തർ, ഇദ്ദേഹത്തിൻ്റെതായിരുന്നു ഈ സ്ഥലം എന്നാണ് പറയപ്പെടുന്നത്. ചെമ്പ് പട്ടയം കിട്ടിയിട്ടുള്ള ഒരാളാണ്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഫസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡൻ മിസ്റ്റർ റോബിൻസൺ വലതുവശത്തേക്കുന്നത്. ലണ്ടനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത വാട്ടർ ഫിൽറ്റർ, ബർഫീൽ ഫിൽറ്ററാണ്. രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചതാണ്. ഇപ്പോഴത്തെ പ്രജയായ ഞാൻ അതിൽ തൊട്ട്, പ്രജ എന്ന് പറയാൻ പറ്റില്ല, പൗരൻ. റേഡിയോ ഇതും ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നല്ലേ, പേര് ഫിലിപ്സ്. റേഡിയോ ഉണ്ട്, പക്ഷേ ഏത് സ്റ്റേഷനിൽ എന്ത് കേൾക്കുമായിരിക്കും അതറിയില്ല. അപ്പം നമുക്ക് ഇറങ്ങാം. എടപ്പാളയത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിലെ പുതിയ ആൾക്കാരാണ് കൂടെ ഉള്ളത്. ഒരാൾ നിങ്ങൾക്ക് അറിയുണ്ടാവും, PO രാജേന്ദ്രൻ എന്നറിയും, ഞങ്ങളെ രാജേട്ടാന്ന് വിളിക്കും. അദ്ദേഹമാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും.
ഒരു ലേക്ക് പാലസിനെ വില പറയാൻ വന്നതാ. അതാണ് പോവല്ലേ, ഞങ്ങള് ഇവര് തന്നില്ലെങ്കിൽ ഞങ്ങൾ ആക്കൂർ റാവുത്തറ വിളിക്കും. അതെ അതെ, കുഴിയില്ല, മരിച്ചുപോയി, എന്നാലും എണീപ്പിക്കും. കച്ചവട മരത്തിന്റെ പോലും. അതെ അതെ അതെ. ഇവിടെ 6 പ്രീമിയം മുറികളുണ്ട്, അതും പുരാതന ശൈലിയിലുള്ളവ. 1927 ഈ സമ്മർ പാലസ് നിർമ്മിക്കാൻ ആരംഭിച്ചത്. 98 വർഷത്തെ കാടനുഭവമുണ്ട് ഈ കൊട്ടാരത്തിന്. അതോർക്കുമ്പോഴേ ഇച്ചിരി കാശ് കൂടുതൽ കൊടുത്താലും നമുക്ക് നഷ്ടം തോന്നില്ല. ഇപ്പോൾ ലേക്ക് പാലസ് സത്യത്തിൽ കാശുണ്ടെങ്കിൽ ബുക്ക് ചെയ്യണമെന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലാത്തവർക്ക് ഈ ഒരു എടപ്പാളയത്തിൻ്റെ ഭംഗിയിൽ എൻജോയ് ചെയ്യണമെങ്കിൽ ഇവിടെ 2 എന്താ പറയുക വീടുകളുണ്ട്. അതും ഇതും രണ്ടും കൂടെ ബുക്ക് ചെയ്യാം. അത് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. തീർച്ചയായിട്ടും അത് ബുക്ക് ചെയ്ത് പോകണം. എല്ലാവർക്കും ലേക്ക് പാലസ് അഫോർഡബിൾ അല്ല. അത് 22,000 രൂപയും 17,000 രൂപയാണ്. സീസൺ അല്ല, ഓഫ് സീസൺ അല്ലെങ്കിൽ 29,000 രൂപ 22,000 രൂപയാണ്. അതെ, അത് 2 പേർക്കേ പറ്റും. മറിച്ച് ഇതാകുമ്പോഴത്തേന് 4 പേർക്ക് 2 ഫാമിലിക്ക് വന്ന് താമസിക്കാം അല്ലേ. 14,200 രൂപ ഇതിന് ചാർജ് ഉണ്ട്. ഓ, അതാണ് അതിന്റെ ഒരു അട്രാക്ഷൻ അല്ലേ. പിന്നെ ഫുഡ് ഉൾപ്പെടെയാണ്. 2 ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാം. ഫുഡ് ഉൾപ്പെടെ 2 ബെഡ്റൂം. അത് എടപ്പാളയത്തിന്റെ എല്ലാ ഭംഗിയും എൻജോയ് ചെയ്യാം. അതാണ് അതിന്റെ രസം. 2 ബെഡ്റൂം ഉണ്ട്, ഹാള്, കിച്ചൺ അല്ലേ. പിന്നെ രസം എന്ന് വെച്ചാലേ കണ്ടോ, ലേക്ക് അപ്പുറത്താണ്. ലേക്കിൻ്റെ കാഴ്ച കിട്ടുന്നുണ്ട്. ഇവിടെ ട്രെഞ്ച് ഉണ്ട്, അപ്പുറത്ത് ഫെൻസ് ഉണ്ട്. അപ്പം ഗ്ലാസ് ആണെങ്കിലും ചിലർക്ക് തോന്നും അയ്യോ കാട്ടിൽ ഗ്ലാസ് ഒരു സേഫ് ആണോ എന്ന് തോന്നും. ആ ട്രെഞ്ചൊന്നും കടന്ന് ആന ഇങ്ങോട്ട് എന്തായാലും വരില്ല. ഇത് കലക്കൻസ് ആണ്. ഇതാണ് 2ാമത്തെ വീട്. രണ്ടും പക്കയാണ് കേട്ടോ. അതായത് കാട്ടിൽ സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടി. അവിടെയും ലേക്കാണ്. ഈ വേനലിലും നല്ല തണുപ്പുണ്ട് ഇവിടെ, കാറ്റും. ഇന്നലെയൊക്കെ പോച്ചാൽ കിടന്നുറങ്ങി. അവിടെ താമസിക്കുമ്പോൾ ലേക്കിലേക്ക് നമുക്ക് നടന്നിറങ്ങാം. ഇത് കണ്ടോ, ഒരു ട്രെഞ്ച് ഉണ്ട് ഇവിടെ. ഇവിടെ സോളാർ ഫെൻസും ഉണ്ട്, അതുകൊണ്ട് സേഫാണ്. പിന്നെ ആ സമയത്ത് ഒരു കാരണവശാലും ഇങ്ങോട്ട് ഇറങ്ങരുത്. ആന, കടുവ, പുലി, സിംഹം ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ടെന്നാണ് ക്രിസ്റ്റോ പറഞ്ഞത്. പക്ഷെ ഈവനിങ്ങിൽ ഇവിടെ വന്നിരിക്കാന്ന് പറഞ്ഞാൽ ക്ലാസ് അല്ലേ. എടപ്പാളത്ത് താമസിക്കുമ്പോൾ വാച്ച് ടവറിലേക്ക് ഒരു ചെറിയ നടത്താവാം. പക്ഷെ നടക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം, ആൾക്കാരും വേണം കൂടെ. കേട്ടോ, ആനപ്പുണ്ടാവും. ഇന്നലെ ഇവിടെ ആയിരുന്നു കാട്ടുപോത്തുകൾ ഇങ്ങനെ മേഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഇടതുവശം ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. വലതുവശത്ത് ഒന്നും ചെയ്യാനില്ല, ലേക്കാണ്. ഇടതുവശത്താണ് ഈ കാട്ടുപോത്തുകൾ, ഈ ആനിമൽസ് ഉണ്ടാവുക. ഒന്നും പേടിക്കണ്ട എന്ന് പ്രകാശേട്ടൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം, എന്തെങ്കിലും കാണുകയാണെങ്കിലോ. നമ്മളിപ്പോൾ നടക്കുന്ന സ്ഥലമേ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടായതുകൊണ്ട് ഉള്ള അങ്ങനെ ഫോം ചെയ്തൊരു സ്ഥലമാണ്. അതിന് മുമ്പ് എങ്ങനെ ആയിരിക്കും എന്നറിയോ? അന്ന് ഗെയിം സാങ്ച്വറി ആയിരുന്നു, നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്ന് പറയാം. ഗെയിം സാങ്ച്വറി എന്ന് പറഞ്ഞാൽ വേട്ടയാടാനുള്ള കാട്, രാജാക്കന്മാർക്കും സായിപ്പിനൊക്കെ വേട്ടയാടാനുള്ള കാടായിരുന്നു. ആ നെല്ലിക്കാമ്പട്ടി സാങ്ച്വറി പിന്നീട് പെരിയാർ ടൈഗർ റിസർവായി. പെരിയാർ ടൈഗർ റിസർവ് ആവണത് അവിടെ അണ കെട്ടിയതുകൊണ്ടാണ്. അപ്പോൾ തേക്കടി ലേക്കും അങ്ങനെ ഫോം ചെയ്ത് ഇതിപ്പം നമ്മുടെ ടൂറിസത്തിൻ്റെ വലിയ അട്രാക്ഷനുകൾ ഒന്നാണ്. വീണ്ടും ആനപ്പിണ്ടം. ആന വെള്ളം കുടിക്കാൻ വന്ന പാടുകളത്. ഇതിൽ ക്രിസ്റ്റോ പറഞ്ഞ ഒരു രസമുള്ളൊരു കാര്യം എന്താണെന്നറിയോ? ആനയ്ക്ക് 4 കാലുണ്ട് നിങ്ങൾക്കറിയാം, പക്ഷേ 4 കാലിൻ്റെ പാട് അവിടെ കാണുകയില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഒരു കാല് വയ്ക്കുന്ന അടുത്താവും മറ്റേ കാല് വയ്ക്കുക. അങ്ങനെ 2 കാലിൻ്റെ പാടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് തമ്മിൽ ഇങ്ങനെ ഒരു പാറ്റേണിലാണ് പോവുക, കുറച്ച് ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. ഒരു കാട്ടുപോത്തിൻ്റെ ചവിട്ടടി കേട്ടോ. അത് കാട്ടുപോത്ത്, ഇവിടെ ആന, വീണ്ടും ആന, വീണ്ടും ആന. ഇവിടെ നിറയെ കാട്ടുപോത്തുകളുടെയാണ്. സാധാരണ തേക്കടിയിലേക്ക് വരുന്ന എല്ലാവരും ബോട്ടിംഗ് ഒക്കെ ചെയ്ത് തിരിച്ചു പോകും. അവർക്ക് സാധാരണ പോലെ ഒരു ബോട്ട്, ഒരു യാത്ര, ഇത് മാത്രമേ ഉള്ളൂ, ഈ തടാകം കുറച്ചു നേരം കാണാമെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ടൈഗർ റിസർവിൻ്റെ ഉള്ളിലൊരിടത്ത് താമസിക്കാനുള്ള ഒരു സൗകര്യമാണ് എടപ്പാളയം നൽകുന്നത്. തേക്കടി തടാകത്തിൻ്റെ
അതിസുന്ദരമായ വ്യൂ കണ്ട് ഇങ്ങനെ താമസിക്കുക എന്ന് പറഞ്ഞാൽ റയർ ചാൻസ് ആണ്. നിങ്ങൾ കാശിൻ്റെ കാര്യം നോക്കരുത്, പക്ഷേ എടപ്പാളയത്ത് താമസിക്കണം. അവിടെ മ്ലാവുകൾ, ഇത് കാട്ടുപോത്ത്, ഇവിടെ മ്ലാവ്, ദേ ഇവിടെ അടുത്ത് കണ്ടോ. അവന്മാർ സീനിയർ ആൾക്കാരാണ് ആദ്യം ഇറങ്ങിയത്. കുറച്ച് പേര് കാട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മിക്കവാറും നിങ്ങളെ കണ്ടിട്ട് ഡേഞ്ചറസ് ആൾക്കാരാന്ന് തോന്നിയിട്ടുണ്ടാവും അല്ലേ. ഈ സന്ധ്യ മയങ്ങിയാലേ ഭീതി ജനിപ്പിക്കുന്ന ഒരു സൗന്ദര്യമുണ്ട് തടാകത്ത്. നമുക്ക് ഏതാണ്ട് ഒരു യക്ഷി ഫീലൊക്കെ കിട്ടും. കാരണം അസാധ്യ സൗന്ദര്യമാണ്. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പണി തീരും. അപ്പോൾ ആ യക്ഷിയിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ അഥവാ ഉറങ്ങണമെങ്കിൽ ദേ ഇങ്ങനെ ഒരു സോളാർ ചരട് ജയിച്ച് കെട്ടണം നമ്മുടെ ചുറ്റും. തടാകം വിശ്വസിക്കുന്നത് കണ്ടിട്ടുണ്ടോ? രാവിലെ തന്നെ ഞങ്ങൾ തടാകക്കരയിലേക്ക് ഇറങ്ങി. 1895 മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയപ്പോഴാണ് കാട് മുങ്ങി ഇന്നത്തെ തേക്കടി തടാകം ഉണ്ടായത്. ഈ ലേക്കിന് ഓരോ സമയത്ത് ഓരോ നിറങ്ങളാണ്, അസാധ്യ നിറങ്ങളാണ്. ഇതിൻ്റെ വിസ്തൃതി എത്രയാണെന്നറിയാം? 26 സ്ക്വയർ കിലോമീറ്റർ. എടപ്പാളയത്തുനിന്നേ ലേക്കിൻ്റെ ഒക്കെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ തിരികെ പോവാണ്. ഞങ്ങൾ ബോട്ട് ലാൻഡിങ്ങിൽ ഇറങ്ങാണ്. സ്വർഗത്തിലേക്ക് കയറി പോകാമെന്നല്ലേ നമ്മൾ പറയാം, പക്ഷെ ഇത് സ്വർഗത്തിലേക്ക് ഇറങ്ങാണ്. എന്തൊരു ബ്യൂട്ടി. അവിടെ നിറയെ മരക്കുറ്റികൾ. ക്രിസ്റ്റോ, ഈ മഞ്ഞ് ഇങ്ങനെ തടാകത്തിനെ തൊട്ടൊരുമിയല്ലേ പോണേ. ഞാൻ അങ്ങനെ ആലോചിക്കുകയാണേ, പണ്ടത്തെ കാടായിരുന്നല്ലോ അത്. മരിച്ചുപോയൊരു കാടിൻ്റെ ദീർഘനിശ്വാസമാണ് ഈ മഞ്ഞെന്ന് തോന്നുന്നു. സത്യത്തിൽ ഇവിടെ താമസിച്ചില്ലെങ്കിൽ എന്തൊരു നഷ്ടമായിരിക്കും എന്ന് ആലോചിച്ചത്. ഇതാണ് ജലറാണി, KTDCയുടെ ഗസ്റ്റുകളെ കൊണ്ടുപോകാനുള്ള സ്പെഷ്യൽ ബോട്ട്. ഈ ബോട്ടിനൊരു പ്രത്യേകത എന്താണെന്നറിയോ? ശിവാജി ഗണേശനും മോഹൻലാലൊക്കെ ഷൂട്ടിങ്ങിനായിട്ട് ഇതിൽ കയറിയിട്ടുണ്ട്. എടപ്പാളയം ദ്വീപിൽ 3 തരം താമസ സൗകര്യമുണ്ട്. ഒന്ന് ഈ ലേക്ക് പാലസാണ്. ഇതിൻ്റെ അരികിലൂടെ നടന്നു വേണം നമുക്ക് രണ്ടാമത്തെ സൗകര്യമായ വനം വകുപ്പിൻ്റെ IBയിലെത്താൻ. അത് പക്ഷേ പൊതുജനത്തിന് കിട്ടുന്നതല്ല കേട്ടോ. പിന്നെ മൂന്നാമതായിട്ട് 2 കോട്ടേജുകളുണ്ട്. അത് വനം വകുപ്പാണ് പരിപാലിക്കുന്നത്. അതാണ് കുറച്ചും കൂടെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബുക്ക് ചെയ്ത് താമസിക്കാൻ പറ്റുന്നത്. ഈ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവിടെ ചില ഏരിയയിൽ മാത്രമേ ഫോണിന് റേഞ്ച് ഉള്ളൂ, അതും BSNLന്. 2, ഒരു കാരണവശാലും ലേക്കിൽ ഇറങ്ങരുത്. പിന്നെ ഇവിടെ ഫോൺ ചാർജ് ചെയ്യാനും മറ്റൊക്കെ ആയിട്ട് ജനറേറ്റർ ഉപയോഗിച്ചുള്ള കറണ്ട് ഉണ്ട്, അത് പേടിക്കണ്ട. രാത്രിയിൽ ഫെൻസിൻ്റെ അപ്പുറത്തേക്ക് കടക്കരുത്. അത് ഒരിക്കലും പെർമിഷൻ ഇല്ല, എന്നാലും നമ്മൾ അതിസാഹസികത കാണിക്കരുത്.